അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാലിൻ എസ് അവറുകളാണ്. തിരുവനന്തപുരത്ത് നിന്നും ദൈവദാസൻ നമ്മോട് സംസാരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ അനുഭവങ്ങൾ, ബാല്യകാലത്തിലെ ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രിയ ദൈവദാസൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. നമുക്കവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഡാലിനെ തികച്ചും സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു പോകും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അരോമ ടി വിയിൽ എന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച്, എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത് എന്നുള്ള, അതിനുശേഷമുള്ള ജീവിതത്തെ പറ്റിയൊക്കെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്ക്, അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിന്റെ പിന്നിലും പ്രാർത്ഥനയാലും എല്ലാ മേഖലകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അരോമ ടി വിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. എന്റെ പേര് പാസ്റ്റർ ഡാലിൻ. ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിനെ എങ്ങനെ അറിഞ്ഞു, പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എൻ്റെ ജീവിതകാലം, ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പേ എൻ്റെ ജീവിതം, ജനിച്ച് വളർന്ന സാഹചര്യം ആദ്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മ ഒരു ഹൈന്ദവ കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കപ്പെടുകയും വളരുകയും ചെയ്തു. അമ്മയുടെ കുടുംബത്തിൽ രണ്ടുപേരെ തന്നെ സമാധി അല്ലെങ്കിൽ ഇരുത്തി അടക്കിയിട്ടുണ്ട്. അങ്ങനെ കളരിയും മറ്റുള്ള എല്ലാ അഭ്യാസങ്ങളും ഒക്കെ പഠിക്കുകയും അമ്മയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അമ്മ ഒരു മാനസിക രോഗിയായി. മാനസിക രോഗിയായിരുന്ന സമയത്ത് അമ്മ എന്നെ ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങൾ നടന്നത് മുഖാന്തരം അമ്മയുടെ വീട്ടുകാരെല്ലാം അമ്മയെ ഉപേക്ഷിച്ചു. അമ്മയ്ക്ക് അമ്മയുടെ ബന്ധുക്കളും ഭർത്താവിന്റെ ബന്ധുക്കളും മറ്റുള്ള മക്കളും എല്ലാവരും ഉപേക്ഷിച്ച് അമ്മ ഒറ്റയ്ക്കായി. അങ്ങനെ ഒരു ചെറിയ കുടിൽ, അമ്മയ്ക്ക് കൊടുത്ത 1 ഏക്കർ 12 സെന്റ് സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി അവിടെ താമസിക്കുകയാണ്. കാരണം മാനസികമായ അസുഖമാണ്. അങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 7 പ്രാവശ്യം ഷോക്ക് അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വളരെ റൂമിൽ തന്നെ അടച്ച് ഇട്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് എന്നെ ഗർഭം ധരിക്കുന്ന അനുഭവം. ഇപ്പോൾ സമൂഹം, നമുക്കറിയാം, ഒരു മാനസിക അസുഖമുള്ള ആൾക്കാരെ ഉൾക്കൊള്ളത്തില്ല. എല്ലാവർക്കും ഒരു ഭയമാണ്. അതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കാനോ കരുതുവാനോ ആരും കാണത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത സ്ഥലത്ത് ഒരു ചെറിയ കുടിൽ, ഓലമേഞ്ഞ ഒരു കുടിൽ അകത്താണ് കിടന്നത്. അങ്ങനെ എന്നെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു എന്ന് പിൽക്കാലത്ത് വളർന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഒരു അമ്മച്ചി പ്രസവ ശുശ്രൂഷ എടുക്കാതിരുന്നു എങ്കിൽ ആശുപത്രിയിലല്ല എന്നെ പ്രസവിച്ചത്. അപ്പോൾ ആ ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പിഴവെന്തോ സംഭവിച്ചു, അങ്ങനെ മരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആരോ ശ്രദ്ധയിൽപ്പെട്ടു, ഒരു അമ്മച്ചിയെ അറിയിച്ചു. ആ അമ്മച്ചി വന്ന് ആ പൊക്കിൽ കൂടിയൊക്കെ സമയത്തിന് കട്ട് ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടു എന്ന് പറയുവാനിടയായി. പിന്നെ അതിനുശേഷം ആ കുടിലിൽ തന്നെ, ആ കുടിലെന്ന് പറയുന്ന വഴി നല്ല സൗകര്യമില്ല, അടുത്തൊരു ചെറിയൊരു കുഞ്ഞു ക്ഷേത്രമുണ്ട്, പിന്നെ അടുത്ത് 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ മറ്റുള്ള ഈ കൈതച്ചെടി വളരെ കൂടുതലുള്ള സ്ഥലവും വളരെ ഇഴജാതികളുള്ള സ്ഥലവുമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കിണറുണ്ട്, ചെറിയ കുഞ്ഞു കിണർ. അതിനെ ഒന്നും നവത്തിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരു പട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ സമയത്ത്
ആ വളർന്ന സമയത്ത് നമുക്ക് എന്റെ നല്ല ഭക്ഷണമില്ല, കറണ്ടില്ല, വഴിയില്ല, എല്ലാ ബുദ്ധിമുട്ടും, ഒരു നല്ലൊരു വസ്ത്രമില്ല, എന്ത് കഴിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അമ്മയ്ക്ക് എന്നെ പ്രസവിച്ചതിന് ശേഷം അല്പം നോർമൽ ആയി. പക്ഷെ എനിക്ക് കഴിക്കാതിരുന്ന ആഹാരം എന്ന് പറയുന്നത് കാട്ടിലെ ഏതെങ്കിലും ഇലയൊക്കെ ഒന്ന് കുറുക്കിയും പറക്കിയൊക്കെ ഇട്ട് അതൊക്കെ തരും. പക്ഷെ നല്ലൊരു ഭക്ഷണം ആ സമയത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആരും സ്നേഹിക്കത്തില്ല, നമുക്കറിയാം. ഒന്ന് മാനസിക രോഗിയുടെ മകൻ. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന ഉള്ളത് കൊണ്ട് ആരും നമ്മളെ ഉൾക്കൊള്ളത്തില്ല. ബന്ധുക്കളും ചാർച്ചക്കാരെല്ലാം കൈവിട്ട അനുഭവം. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ ഒരു കുഴിയിൽ എന്നെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നാട്ടുകാർ. ഇന്നും ആൾക്കാർ ജീവനോടുണ്ട്. ഇപ്പോഴൊരു കുഴിയിൽ എന്നെ ആക്കിയിട്ടിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ, ഈ കപ്പ അല്ലെങ്കിൽ മരിച്ചിനി എന്ന് പറയും, മരിച്ചിനി കപ്പ. അപ്പോൾ ഇതിന്റെ ഈ തൊലി പൊളിച്ച് അരിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു, വ്യവസായമായിട്ട്. ആ സമയത്ത് അമ്മ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്നെ ഒരു ദിവസം ആ കുഴിയിൽ ഇട്ടിട്ട് പോയി. ഒരു പട്ടി എന്നെ കാവലുണ്ട്. അപ്പോൾ പട്ടിയെ ഞാൻ ഒരു 10-15 വയസ്സ് ആയ സമയം പട്ടിയെ കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കുഴിയിൽ നിന്ന് ഞാൻ ഇഴഞ്ഞ് ഒരു കിണറ്റിലേക്ക് വീഴാൻ പോയപ്പോൾ അവിടെ ഒരു പശുവിനെ പുല്ല് പറിച്ചുകൊണ്ടിരുന്ന ഒരു മാമൻ എന്നെ കാണുകയും അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അങ്ങനെ അന്ന് ആ മരണത്തിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും വളരെ പട്ടിണിയാണ്. അല്ല, ഒന്ന് ഞാൻ പറഞ്ഞ അനുഭവം നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ വളരെ കണ്ണുനീരിന്റെ അനുഭവം, നല്ലൊരു ആഹാരമില്ല, വസ്ത്രമില്ലാത്ത അനുഭവത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിടക്കാനൊരു സ്ഥലമില്ല. അങ്ങനെ അമ്മ പരിചയമുള്ള, അമ്മ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ള ഇതാണ്. അത്ര ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അമ്മയ്ക്ക് കിട്ടിയത് 1 ഏക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 10-12 ഏക്കറിന്റെ അതിൽ 6-7 ഏക്കറിന്റെ ഉടമയാവേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ മറ്റുള്ള ചതിയിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ 12 സെന്റ്, 1 ഏക്കർ 12 സെന്റ് സ്ഥലത്തിന് കൃഷിയൊന്നുമില്ല, പാട്ടത്തിന് എന്തോ കൊടുത്തിരുന്നു. അവർക്കും സ്വബോധമില്ലാത്തത് കൊണ്ട് അതും എനിക്കറിയാം. ഞാനും കുഞ്ഞല്ലേ, ഒന്നും അറിയത്തില്ല. അവർക്ക് പട്ടിണി മാത്രമേ അറിയാവൂ. അങ്ങനെ പല വീടുകളുടെ അടുക്കളകളിൽ കിടക്കേണ്ടി വന്നു. ഏകദേശം ഒരു 10 വീടുകളുടെ അടുക്കളകളിൽ കിടന്നതായിട്ട് എനിക്കറിയാം. ഇന്നും ആ വീടുകളുണ്ട്. അതിൽ പലരും ഇന്നും ജീവനോടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പല സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ സമുദായത്തിൽപ്പെട്ട പലരും അവരുടേതായ ഭവനത്തിൽ പോകും. അവിടെ അവർ തരുന്ന ഭക്ഷണം കഴിക്കും, അവിടെ കിടന്നുറങ്ങും. അടുത്ത വീട്ടിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ വേറൊരു വീട്ടിൽ പോകും, പിന്നെ അവിടത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങും. പിന്നെ അവിടെ തന്നെ അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം അങ്ങനെ ഉണ്ടായി. വീടില്ലല്ലോ, ഉള്ളിൽ മാത്രമാണ്. ഇപ്പോഴമ്മയ്ക്ക് അല്പം നോർമൽ ആകുന്നത് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തരുന്ന ആഹാരമൊന്നും നല്ലതില്ല. അപ്പോഴും ഒരു പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ എന്ത് ചെയ്യും? ഉടൻ തന്നെ പെട്ടെന്ന് എന്തോ ഒരു ദൈവദൂതൻ അയച്ചതുപോലെ ഭക്ഷണം അന്ന് കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ല, പള്ളിയായിട്ടൊരു ബന്ധമില്ല. അമ്മ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അടുത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകുമായിരുന്നു. എന്നെ കൊണ്ടുപോയത് അങ്ങനെ ഹിന്ദുവായിട്ടുള്ള ഇതിലല്ല പോകുന്നത്. പക്ഷെ അവിടെ ഓടവും പോകത്തില്ല. അപ്പോൾ എനിക്ക് അടുത്തുള്ള അവരുടെ ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ട്. അപ്പോഴവിടെയൊക്കെ ചെന്ന് ഞാൻ തൊഴുതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണമാണല്ലോ പ്രധാനം, നമുക്കല്ലാതെ എന്ത് ദൈവം ഏതാണെന്ന് അതൊന്നും അറിയത്തില്ല. അങ്ങനെ കുഞ്ഞുനാളിൽ അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഇവിടെ എന്റെ വീടിന്റെ അടുത്തൊരു AG ചർച്ചിന്റെ പ്രാരംഭം ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ സത്യവേദ സെമിനാരി എന്ന് പറയുന്ന ഒരു സെമിനാരി ഉണ്ട്. അതിന്റെ ഡയറക്ടറാകുന്ന പാസ്റ്റർ ജ്ഞാനദാസ് അവരുടെ കുടുംബത്തിലുള്ളവർ എന്നെ കുഞ്ഞുനാളിൽ ആ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ കുഞ്ഞുനാളിൽ. അപ്പോൾ യേശു ആരാണെന്നുള്ള ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, യേശു എന്നുള്ള ഒരു വാക്ക് മാത്രം കേട്ടു. അപ്പോൾ ഞാൻ വളർന്നു, എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ. എനിക്ക് അമ്മയുടെ വെറുപ്പ്, സമൂഹത്തോട് വെറുപ്പ്, മറ്റുള്ളവർ അമ്മയെ കുറിച്ച് പറയുന്നതും അതൊക്കെ എന്നോട് പച്ചയ്ക്ക് പറയുമ്പോൾ എനിക്കതൊരു വിഷമവും. അപ്പോൾ എനിക്ക് അമ്മയെ കൊല്ലണം, ഒരു വൈരാഗ്യ ചിന്ത, വേറെ ഒന്നുമില്ല എൻ്റെ മനസ്സിനകത്ത് മുഴുവനും. അപ്പോൾ എനിക്കും സ്നേഹം കിട്ടുന്നില്ല, സമൂഹം നമ്മളെ സ്നേഹിക്കുന്നില്ല, അമ്മയ്ക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല. വളരെ എനിക്ക് വെറുപ്പ് നിറഞ്ഞ, കയ്പ് നിറഞ്ഞ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്റെ അടുത്ത ഈ ആദിവാസി മേഖലയിൽപ്പെട്ട സ്കൂളാണ്. അപ്പോഴവിടുത്തെ അതിൽപ്പെട്ട ഒരു സാറ് അവരുടെ വീട്ടിൽ പല രാത്രികാലം കിടന്നിട്ടുണ്ട്. അവരോട് നല്ലൊരു ഇതുണ്ട്, എന്നെ സ്നേഹത്തോടെ ചാർലി എന്നൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ
ആ പേരിലൊക്കെ അവരെ പലരും ഇപ്പോഴും അവരുടെ മക്കൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചാർലി എന്ന് വിളിക്കും, അല്ലാതെ എന്റെ പേര് ഡാർലി എന്നാണ്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ പഠിക്കാൻ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ വിശപ്പിന്റെ കൊണ്ട് ഭക്ഷണത്തിനാണ് താല്പര്യമുള്ളത്. അങ്ങനെ സ്കൂളിൽ ഭക്ഷണം കഴിക്കുന്നതിന് ആ ലെവലിൽ സ്കൂളിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്റെ വീടിനടുത്തുള്ള സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേറെ ദൂരെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടാക്കടയ്ക്ക് അടുത്തൊരു സ്കൂളുണ്ട്. കാട്ടാക്കട അല്ല, കാട്ടാക്കടയ്ക്ക് ഇപ്പുറത്ത് ഒരു സ്കൂളുണ്ട്. അവിടെ പഠിച്ചു. അവിടെ ഒരു 7 വരെ പഠിച്ചു. 7 വരെ പഠിച്ചതിന് ശേഷം പേയാടെന്ന് പറയും, അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകണം. അപ്പോൾ അവിടെ 9ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനിടയ്ക്ക് എന്റെ ജ്യേഷ്ഠന്മാർ, കാരണം അവർക്കറിയാം ഇനി ഞാൻ അവകാശിയായി കഴിഞ്ഞാൽ ഈ ഒരേ ഏക്കറും പിന്നെ അമ്മയുടെ അപ്പന്റെ വസ്തുവിൽ നിന്ന് ഒരു 50 സെന്റ് കൂടെ കിട്ടി. അപ്പോൾ ഈ 50 സെന്റ് 1.5 ഏക്കർ, ഏകദേശം 2 ഏക്കർ എനിക്കായി കിട്ടും. അതുകൊണ്ട് അവര് മെനക്കെട്ട് അവര് 3 പേര്, 2 ചേട്ടന്മാരും ചേച്ചിമാരും. അപ്പോൾ അവരും കൂടെ ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവരും വരാൻ തുടങ്ങി. അപ്പോൾ അവര് തന്നെ, ഈ അപ്പൻ ആ സമയത്ത് മരണപ്പെട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിനകത്ത് അകപ്പാടെ ഒരു അവതാളത്തിലായ സമയത്ത് പിന്നെ 9ാം ക്ലാസ് വരെ പഠിച്ചു. ആ സമയത്ത് ഞാൻ അതിനു മുമ്പേ ഞാൻ പല വീടുകളിൽ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക്. ആ സമയത്ത് ഒരു പ്രാവശ്യം ഒരാളെന്നെ CSI പള്ളിയിൽ കൊണ്ടുപോയി. ഒരു 2-3 പ്രാവശ്യം ആ CSI പള്ളിയിൽ പോയി. പിന്നെ അതിനുശേഷം ഞാൻ കത്തോലിക്ക പള്ളിയിൽ അവർ പൊയ്ക്കൊണ്ടിരുന്ന വേറൊരു വീട്ടിൽ പോയപ്പോൾ കത്തോലിക്ക പള്ളിയിൽ പോയി. അപ്പോഴങ്ങനെ ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോകണം. പിന്നെ കത്തോലിക്ക പള്ളിയിൽ പോകാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അവിടെ താൽത്താരയിലുള്ള കാര്യങ്ങൾ എനിക്ക് മെഴുകുതിരി കത്തിക്കുക, അപ്പം വീതി എടുത്തു കൊടുക്കുക, അച്ഛനോടൊപ്പം ഫ്രണ്ടിൽ നിൽക്കുക. പക്ഷെ ആ സമയത്തും ഞാൻ വെറും മോശമായ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്തു വിളിക്കും. കാരണം മനസ്സ് നമ്മുടെ അങ്ങനെ, ആരെങ്കിലും കൊല്ലണമെന്ന് വേറെ എന്തെങ്കിലും കത്തിയുണ്ടെങ്കിൽ ഇടുപ്പിനകത്ത് തന്നെ വെച്ചുകൊണ്ട് നടക്കും. കാരണം ഒരു സ്വയം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നമുക്ക് സ്നേഹമാണല്ലോ ഏറ്റവും വലിയ, ആരെങ്കിലും നിയന്ത്രിക്കാനില്ല, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരാനില്ല, ഒന്നുമില്ലാത്ത അകപ്പാടുള്ള ഒരു ജീവിതം. ഇപ്പോൾ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നു എങ്കിൽ പോലും പിന്നെ എന്റെ ആഗ്രഹം പള്ളിയിൽ അച്ഛൻ ആയാൽ കൊള്ളാം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചങ്ങ് നിർത്തി. അപ്പോൾ ചിന്തിച്ചു ഇനി തുടർന്ന് സംസാരിച്ചാലോ അച്ഛൻ പട്ടത്തിനൊക്കെ. അപ്പോൾ പിന്നെ അതിനുശേഷം വേണ്ട. അപ്പോൾ 9ാം ക്ലാസ്സിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഒക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് അച്ഛൻ പട്ടം കിട്ടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞു. അപ്പോൾ ഈ ആധികാരികമായി ഇതൊക്കെ ആയ സമയത്ത് പിന്നെ അധികരിക്കും സമൂഹമായി കൂടുതൽ ഞാൻ ജോലിക്ക് കൂലിപ്പണിക്കിറങ്ങി, മദ്യപിക്കാൻ തുടങ്ങി, പലവിധമായ പാവജീവിതത്തിൽ വീഴാൻ തുടങ്ങി. ആ പള്ളിയിൽ പോകുന്നുവെങ്കിലും ഇടയ്ക്ക് മദ്യപിച്ചു കൊണ്ടുപോവുകയും അല്ലാതെ പലവിധമായ പാവസ്വഭാവത്തിൽ വീഴുവാനൊക്കെ ഇടയായി. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ഒന്ന് മാറി ഞാൻ ചെയ്ത് ദൈവത്തെ അറിയാനോ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് അറിയാനൊന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷെ അടയ്ക്ക് കത്തോലിക്ക ബൈബിൾ വാങ്ങിച്ചു വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ജോലിക്ക് പോയിട്ട് മദ്യപിച്ച്, നാട്ടുകാർക്കറിയാം, നാട്ടുകാർക്കും ശല്യം, പലവിധമായ കേസുകളിൽ അകപ്പെട്ടു. ചില മോഷണ കേസിലകപ്പെട്ടു, പിന്നെ അല്ലാതെ കേസിലകപ്പെട്ടു. അപ്പോൾ ജനത്തിനും അപ്പോൾ ഞാൻ ഇന്ന് ചിന്തിക്കുന്നു, രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഒന്നേ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ഞാനും ജയിലിൽ പോകേണ്ടത്, അല്ലെങ്കിൽ എന്റെ അമ്മയെ കൊല്ലും. അങ്ങനത്തെ ക്രൂര മനസ്വഭാവത്തിൻ്റെതായ വളർന്നു വന്നതിന്റെ പശ്ചാത്തലമാണ് സമൂഹവും വളർന്നു വരുന്ന നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് പറയുന്ന 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു, മരിക്കണമെന്ന് ആഗ്രഹിച്ചു, പലരും ശ്രമിച്ചു. എന്നാൽ അതിലൊക്കെ എന്തോ ദൈവം നീക്കുപോക്കുകൾ വരുത്തി. പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായനശീലം എനിക്ക് അത്ര എഴുതാനും വായിക്കാനൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ കൊന്തയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അല്ലാതെ ഒരു ലോക്കറ്റ്, യേശുക്രിസ്തുവിന്റെ ലോക്കറ്റ് ഒരു പടം ഇങ്ങനെ കഴുത്തിൽ കെട്ടി എല്ലാവരും കാണാൻ നടക്കുമായിരുന്നു. എപ്പോഴും കൊന്ത കഴുത്തിൽ കെട്ടി കിടക്കും. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ച് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. യശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇതിനകത്ത് ഞാൻ പാപിയാണ്, എനിക്ക് യേശുവിനെ അറിയണം, യേശു ആരാണെന്ന് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ പാപ സ്വഭാവം, മദ്യപിച്ച്
നാട്ടുകാരൊക്കെ ഒരിക്കൽ ഇവിടുന്ന് എല്ലാം പിടിച്ചുകൊണ്ടൊരു വീട്ടിനകത്താക്കി. അങ്ങനെ വളരെ ഒരുപാട് ദിവസം വർഷങ്ങൾ കൊണ്ട് മദ്യപിച്ചില്ലെങ്കിലും മദ്യപിച്ച സമയത്ത് കൂടുതൽ ഡേഞ്ചറായിട്ട് മദ്യപിക്കുകയും ചെയ്തു. അപ്പോൾ മലയാളം മാത്രമേ എനിക്ക് നേരെ അറിയാവൂ. അപ്പോൾ വായിക്കാനോ അത്ര എഴുതാനോ ഒന്നും അത്ര പിടിയുമില്ല. കാരണം ഏഴാം ക്ലാസ്സിൽ തോറ്റു, 4ാം ക്ലാസ്സിൽ തോറ്റു, 7ാം ക്ലാസ്സിൽ തോറ്റു, 8ാം ക്ലാസ്സിൽ തോറ്റു, 9ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ എന്റെ പഠനപരമായി നമുക്കറിയാം. പിന്നെ അങ്ങനെ ഞാൻ ഈ അല്ലെങ്കിൽ ബൈബിൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചെറിയ ജോലി മേഖലയിൽ ഞാൻ കൂലിപ്പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അടങ്ങൽ ചുമടെടുക്കാനാണ്, ചുമടെടുക്കുക. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത ചുമടുകളെല്ലാം ചുമക്കുമായിരുന്നു, വളരെ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കാരണം എന്റെ ആഗ്രഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക, എന്നാൽ മാത്രമേ അടുത്ത ദിവസം നമ്മളെ വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാരണം ജോലി ചെയ്യുന്ന വേറെ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് ശമ്പളം നോക്കാറില്ല, കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യും. അങ്ങനെ എന്താ കക്കൂസ് ക്ലീൻ ആണെങ്കിൽ കക്കൂസ് ക്ലീനിങ് ചെയ്യും, പിന്നെ അല്ല ചുമടാണെങ്കിൽ ചുമട്, മേശിരിയുടെ കയ്യാളാണെങ്കിൽ അങ്ങനെ ഒട്ടനവധി പണിക്ക് പോയി അങ്ങനെ ജീവിച്ചും പ്രശ്നങ്ങളൊക്കെ ആയി, അടിപിടി കേസുകൾ ഒക്കെ പ്രശ്നങ്ങളായി. ഈ സമയത്താണ് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നെ ഒരു പ്രാർത്ഥനാ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഹാളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഈ ബൈബിളിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനാ ഹാളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥനാ ഹാളിൽ ബന്ധപ്പെട്ടു. പിന്നെ ചെയ്ത് സുവിശേഷ വേല ചെയ്യണം, ബൈബിൾ കോളേജിലൊക്കെ പഠിക്കണം, എൻ്റെ ഒരു മനസ്സിനകത്ത് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ അവര് തന്നെ എന്നെ തിരുവല്ലയിൽ നവജീവോദയം എന്ന് പറയുന്ന, ഇപ്പോൾ മിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസ്ഥാനവും ഒലിവ് തിയോളജി എന്നറിയപ്പെടുന്ന സ്ഥലവും. അപ്പോൾ അവിടെ നവജീവോദയം ഞാൻ അവിടെ എന്നെ പഠിക്കാൻ വിട്ടു. അപ്പോൾ എൻ്റെ ചേട്ടന്മാരും അമ്മയൊക്കെ ഇതിനോട് എതിർത്തു. കത്തോലിക്ക പള്ളിയിൽ എന്നെ അടിക്കാൻ വന്നു. കാരണം ഞാൻ കത്തോലിക്കയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതാണ്. കാരണം എന്ത് ആവശ്യം വന്നാലും ഈ നമ്മുടെ ക്രൂശീകരണ സമയത്ത് കുരിശെടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മറ്റുള്ള സഭയിലേക്ക് പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് ചില വ്യക്തികൾ അയക്കും. അപ്പൊ എന്നെ ഒരിക്കൽ അയച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അച്ഛൻ എന്റെയും കാല് ചുംബിച്ചു. അപ്പോൾ പറഞ്ഞാൽ അന്നും നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമില്ല, പക്ഷെ അങ്ങനെ പോയി എന്റെ താല്പര്യം കണ്ടായിരിക്കും. പിന്നെ ആ സമയത്ത് ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ബൈബിൾ കോളേജിൽ പോയാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കുറഞ്ഞതും ഞാനാണ്. ബൈബിൾ പരമായിട്ട് അധികം ഒരു ജ്ഞാനവും ഒന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല. എന്റെ വീട്ടുകാരും എന്നെ 1 രൂപ തന്ന് ബൈബിൾ കോളേജിൽ അയച്ചതല്ല. നാട്ടുകാരും മദ്യപിക്കുന്നവരും മറ്റുള്ള പാപപ്രവൃത്തിയിലായിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് താല്പര്യം തോന്നി അവർ തന്നെ അവരുടെ കയ്യിൽ നിന്ന് 2 രൂപ, 5 രൂപ, 10 രൂപ ഇതൊക്കെ കളക്ട് ചെയ്ത് എന്നെ ബൈബിൾ കോളേജിൽ ആ പ്രാർത്ഥന ഹാളുമായി ബന്ധപ്പെടുത്തി എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് സോപ്പ് വാങ്ങിക്കാനോ ജീപ്പ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ആരും എന്നെ സഹായിക്കാനില്ല. നാട്ടുകാർ അവര് ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടുകാർക്കാർക്കും തന്നെ അവർ പറഞ്ഞ് എന്നെ കൊല്ലും, അടിക്കും. പിന്നെ അമ്മ ഉറങ്ങി മരിച്ചു കളയും, അമ്മയ്ക്ക് ഇത് നോർമൽ ആവാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ എന്നാലും പഠിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ആ സമയത്ത് എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വളരെ ഭാരപ്പെട്ടു. എന്നിരുന്നാലും അവരോടൊപ്പം ചേർന്ന് 1 വർഷക്കാലം CTH അവിടെ പഠിച്ചു. അവിടെ പഠിച്ചതിന് ശേഷം ഞാൻ എനിക്ക് ആ സമയത്ത് അവിടെ ഇരുന്ന് ഞാൻ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ ശക്തി എന്നെ ദൈവം കരുതാക്കണം. അപ്പോൾ എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ദൈവം എന്നെ അവിടെയുള്ള പല വ്യക്തികളിലൂടെ എന്നെ കരുതാൻ. അപ്പൊ എന്റെ വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിച്ചു. എന്റെ ദൈവം തെരഞ്ഞെടുത്തു, വിളിച്ചു എന്നൊക്കെ ബോധ്യം കൂടുതലുണ്ടായി. അങ്ങനെ പിന്നെ പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്നു, വീണ്ടും മടങ്ങി തിരുവനന്തപുരത്ത് വന്നു. 1 വർഷത്തെ കോഴ്സാണ്. അവിടെ തന്നെ താമസിച്ച് ഫ്രീ ആയിട്ടുള്ള സൗജന്യമായ പഠനമായിരുന്നു. അങ്ങനെ വീണ്ടും നോർത്തിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ട പ്രാർത്ഥന ഹാളിലുള്ള
ദൈവദാസന്റെ തന്നെ മിഷൻസ് ഇന്ത്യ എന്ന സംഘടന, അവിടെ തന്നെ നവജീവോദയമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തുള്ള ആ സംഘടന അവരുടെ റിലേറ്റീവ് തന്നെ ചെയ്യുക. നോർത്തിൽ 600 മിഷണർമാരൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹരിയാനയിൽ, ഞാനും വിനോദ് എന്ന് പറയുന്ന ഒരു സഹോദരനോട് എന്നോടൊപ്പം പഠിച്ച ഞങ്ങൾ രണ്ടുപേരാണ് ഹരിയാനയിൽ പോകും. പുള്ളിക്കാരന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്, എന്നാൽ അധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഹിന്ദിയൊക്കെ ഒന്ന് ഒക്കെ ഒരുവിധം അറിയാം. എനിക്കാണെങ്കിൽ ഒന്നും അറിയാം. ഞങ്ങൾ ഡൽഹിയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് തരുന്നത് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഈ യൂണിഫോം കോട്ടാണ്, ഈ തണുപ്പിന് ഇടാൻ. നമുക്കത് അറിയത്തില്ലല്ലോ അത് എന്താണെന്നുള്ളത്. നമ്മൾ സന്തോഷത്തോടെ, കാരണം പുറം ലോകം ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഡൽഹി ചെന്നു, മൈനസിലും താഴെയാണ് തണുപ്പ്. നമുക്കാണെങ്കിൽ ഒരു കരുതലും ഇല്ല, തണുപ്പ് എന്താണെന്ന് പറയുമ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും നമ്മെ തന്നെ നോക്കിയാണ്. കാരണം നമ്മൾ ഒരു സ്വെറ്റർ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോഴാണ് നമ്മളോട് കൂടെ ഞങ്ങളെ ഹരിയാനയിൽ നിന്ന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്ന ദൈവാസം പറഞ്ഞു, നിങ്ങളെ പക്കൽ എന്തുണ്ട്? ഞങ്ങൾ പറയുന്ന ഇന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്തിടാൻ പറഞ്ഞു. ഞങ്ങൾ ഇട്ടു. അങ്ങനെ ഹരിയാനയിൽ പോയി. ഹരിയാനയിൽ യമുനാ നഗറിന്റെ നഗറിൽ തേജിലി എന്ന് പറയുന്ന സ്ഥലത്ത് മിഷൻസ് ഇന്ത്യയുടെ ആദ്യ മിഷണറിയായ തമ്പിച്ചേനൽ കുര്യൻ വർഗീസ് അവിടെ കർത്താവിന്റെ പേര് ചെയ്തു. അപ്പോഴവിടെ ഞങ്ങൾ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ ഞങ്ങൾ എന്നോട് പറഞ്ഞു ഏക് ദോ തീൻ, പിന്നെ അത് കഴിഞ്ഞ് കായിക്കൊക്കെ പഠിക്കണം. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ ഒരു വലിയൊരു കൺഫ്യൂഷൻ തോന്നി. ഇത് നമ്മളെ കൈക്ക് പറ്റൂല, ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്ത് പരീക്ഷ പറഞ്ഞതിനൊക്കെ പരീക്ഷ എഴുതാൻ പറയും. ഞാൻ ഒരു വെള്ള പേപ്പറിൽ ഞാൻ മടങ്ങി പോവുകയാണ്, തിരിച്ചെന്നെ നാട്ടിൽ വിടണം, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ലെറ്റർ എഴുതി കൊടുത്തു. ലെറ്റർ എഴുതി കൊടുത്ത സമയത്ത് ആ ദൈവാസം 1-2 മാസമായി അവിടെ കൂടെ ആയിരുന്നപ്പോഴും വേറൊരു ബൈജു അബ്രഹാം എന്ന് പറയും, കോട്ടയത്തുള്ളതാണ്. പുള്ളി നേരത്തെ അവിടെ സീനിയറാണ്. പുള്ളിക്കാരൻ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, നല്ലപോലെ ഭാഷ കൈകാര്യം ചെയ്തതാണ്. ദൈവാസന്റെ 2 മാസം വേറൊരു ദൈവാസം ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തേക്ക് അപ്പൊ എന്നെ കൂടെ അങ്ങ് വിട്ടു. പിന്നെ ആ ദൈവാസനെ പിന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ കുര്യൻ വർഗീസ് ഭാഷ പറഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ നാളിനെ ഒന്ന് ഹിന്ദിയൊക്കെ പഠിപ്പിച്ച് എടുക്കണം, എന്നെ കൊണ്ട് പറ്റൂല പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്നെ ആ മുസ്തഫാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഹരിയാന സ്റ്റേറ്റിൽ തന്നെ, അത് ഗ്രാമപ്രദേശമാണ്. അവിടെ ഞങ്ങൾ കുറച്ചു ദിവസം പാർത്തു. ആ സമയത്ത് ഒരിക്കൽ ഒരു വ്യക്തി ഈ മണ്ണെണ്ണ സ്റ്റൗ വാങ്ങിക്കാൻ, ഒരു മിട്ടിക്ക സ്റ്റോപ്പ്. അപ്പോൾ ആ വ്യക്തി വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, മിട്ടിക്ക സ്റ്റോപ്പ് ചായി. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടല്ലോ. ഞാൻ അവിടെ കൈകൊണ്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെന്ന് ബാത്റൂമിൽ കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ നിമിഷാകട്ടില്ല. ഞാൻ ചിന്തിച്ച് അവിടെ പോകാനായിരിക്കും വിളിക്കുന്നത്, എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ മറ്റേ പുള്ളി വന്നിട്ട് പറഞ്ഞു, എടുത്ത് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് സാധനം, എന്താണ്? ഞാൻ വിചാരിച്ചു ഇവിടെ പോകാനായിരിക്കും വ്യക്തി വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അത് സ്റ്റൗ എടുത്ത് കൊടുക്കാൻ. ഞാൻ എനിക്കറിഞ്ഞൂടായിരുന്നല്ലോ. അങ്ങനെ ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ വന്നു. എന്നാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറഞ്ഞു വിട്ടു. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തെറ്റുകുറ്റങ്ങളൊന്നും അത് കുഴപ്പമില്ല, ഒന്ന് പ്രാർത്ഥിച്ച് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ബാക്ക് സപ്പോർട്ട്. വളരെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഹിന്ദി പഠിക്കണം. ഇവിടുന്ന് മിഷൻസ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ഡിക്ഷണറി തന്നിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വായിച്ചു. പിന്നെ ഹിന്ദി ബൈബിള്, ഹിന്ദി ഒരുവിധം ചെറുതായിട്ട് അക്ഷരങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മീനിങ് അറിഞ്ഞൂടെ. പിന്നെ അങ്ങനെ അത്യാവശ്യം അതൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ച് രാത്രി കാലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ വീണ്ടും മടങ്ങി 2 മാസം കഴിഞ്ഞ് തേജിലി യമുനാ നഗറിൽ വന്നപ്പോൾ ഹിമാചലിലേക്ക് പോകാൻ കരുതി 2 മിഷണറിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവിടെ 3 പേരുണ്ട്. അപ്പോൾ അവിടെ വേറൊരു സീനിയർ പാസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നു ഹിമാചൽ പ്രദേശിൽ, സിർമൂർ ഡിസ്ട്രിക്റ്റിൽ. നാഹാൻ എന്ന് പറയുന്ന വലിയൊരു സിറ്റിയാണ്. അപ്പോൾ വളരെ വിദ്യാഭ്യാസ സമ്പന്നമായ ആൾക്കാർ താമസിക്കുന്ന കോടതി, പിന്നെ ജയില്, പിന്നെ എല്ലാ ആർമി എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ബൈജു അബ്രഹാം എന്ന് പറയുന്നതും റെനി വർഗീസ് എന്ന് പറയുന്ന യുവാസിനെയും ആ പുള്ളി ലെറ്റർ എഴുതി കൊടുത്തു, അവർ 2 പേര് വേണം. അപ്പോൾ കുര്യൻ വർഗീസ് പാസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അടുത്ത് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പോവാന്ന് പറയും. അപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടുമില്ല, കാരണം എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ള കാര്യം പുള്ളിക്കറിയാം. അതുകൊണ്ടാണ്. പിന്നെ കാരണം നമുക്ക് വേറെ ഡ്രസ്സില്ല, എനിക്ക് 2 ഉടുപ്പ് മാത്രമേ ഉള്ളൂ. വിട്ടുകൊണ്ട് പോയി ഡ്രസ്സൊന്നും ഇല്ല.
അത് കൂലിപ്പണിയൊക്കെ ചെയ്ത് വാങ്ങിച്ച ഡ്രസ്സ് മാത്രമാണ്. അങ്ങനെ അത് വളരെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിലൂടെയായിരുന്നു. ആരും സഹായിക്കാനില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ ഹിമാചലിൽ പോയി. ഹിമാചലിൽ അവിടെ ചെന്നപ്പോൾ പക്ഷെ ഇടയ്ക്ക് ഹരിയാനയിലായിരുന്നു ചില മിസ്റ്റേക്കുകളൊക്കെ ഹിന്ദിയിൽ ഉണ്ടായിരുന്നു. അതാരും പറഞ്ഞു തന്നിട്ടില്ല. അതൊക്കെ ഞാൻ ഹിന്ദി പഠിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ദുനിയാക്കെ കോനെ കോനെ എന്നുള്ള പാട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പഠിച്ചെടുത്തു, ദുനിയാക്കെ കോന. അപ്പോൾ ഈ സിസ്റ്റർമാരെ നമ്മളിവിടുത്തെ മിഷൻ കേരളത്തിലുള്ള സിസ്റ്റർമാരൊക്കെ വരും. അപ്പോൾ ഞാൻ പറയും ബഹനോ കെ കോനെ. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ പാടാൻ പാടില്ല, എനിക്കറിയത്തില്ല. ഈ മലയാളികളായ നമ്മളെ കൂടെ ഉള്ള ദൈവദാസന്മാരത് അങ്ങനെ പാടരുതെന്ന് പോലും പറഞ്ഞു തന്നില്ല. അവര് കേട്ടങ്ങ് ചിരിക്കുന്നു. അവര് വിചാരിച്ചിരിക്കണം എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഹിന്ദി എല്ലാം പഠിച്ചതിന് ശേഷം എന്തുമാത്രം തെറ്റുകുറ്റങ്ങളാണ് ഹിന്ദിയിൽ പറയാൻ ഞാൻ തിരുത്താനുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ഹിമാചലിൽ പോയി. പിന്നെ ആ വർഷത്തിൽ തന്നെ വളരെ കഠിനാധ്വാനം ചെയ്തു. എന്റെ സീനിയറായ ആ പാസ്റ്റർ പോയി. പിന്നെ ഞാൻ റെനി വർഗീസ് എന്ന പാസ്റ്ററുമായിരുന്നു. ഞങ്ങൾ ഗ്രാമങ്ങളിൽ നടന്ന് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ നിന്ന് ഗുർമേൽ സിംഗ് എന്ന് പറയുന്ന ഒരു നിവാസിനും കൂടെ അവിടെ അവർ ഫാമിലി ആയതുകൊണ്ട് അവരെ അവിടെ സീനിയർ ആയിട്ട് അവിടെ. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ മലയാളികൾ കണ്ടാൽ ഇഷ്ടമില്ല. മലയാളിയുടെ സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. പക്ഷെ പുള്ളിക്കാരൻ മലയാളികൾ കണ്ടു കഴിഞ്ഞ കുഴപ്പം, ഞങ്ങളെ ഭാഷ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തെ അവിടെ ചെന്ന് വർക്ക് ചെയ്താൽ പോരായിരുന്നു, അതൊക്കെ പറയും. വളരെ വേദനിപ്പിക്കുകയാണ്. കാരണം പ്രോത്സാഹനം തരുവാൻ അവിടെയും നമ്മൾ എങ്ങനെ മിനിസ്റ്റർ ചെയ്യണം, എങ്ങനെ ജയിക്കാൻ സാധിക്കും, എങ്ങനെ സുവിശേഷം പറയും, ഇതൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് വായിക്കാനുള്ള താല്പര്യം കൊണ്ടും വായനാശീലമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞാൻ പല പുസ്തകങ്ങൾ വാങ്ങിച്ചു. അവിടുത്തെ ഗുരുദ്വാരയിൽ പോയി അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും പുസ്തകം കിട്ടുന്നത് അത് അന്വേഷിച്ചു. അങ്ങനെ ഇടയ്ക്ക് നിന്നപ്പോൾ ഞങ്ങളുടെ ഇത് ഗുർമേൽ സിംഗും മാറി. ഞങ്ങളെ ആദ്യ സമയത്ത് പോലീസ് ഞങ്ങളെ ഒരിക്കൽ അത് പിടിച്ചു. പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവിടെ മണിക്കൂറുകളോളം കൊണ്ടിരുത്തി. പക്ഷെ ഇരുത്തിയ സ്ഥലം കമ്മീഷണർ ഓഫീസായിരുന്നു. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളെ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് ഇതൊക്കെ വാങ്ങിച്ചു. അവിടെ അവർ ചോദ്യം ചെയ്തു. ഞങ്ങളെ ആദ്യം വെളിക്കൊണ്ട് നിർത്തി, 1 മണിക്കൂറോളം നിർത്തി. ഞങ്ങൾ അവിടെയും ലഘുലേഖനം കൊടുക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല. പിന്നെ അത്യാവശ്യം മറ്റേ പുള്ളിക്ക് ഹിന്ദി അറിയാം, ഞാൻ ഹിന്ദി പുള്ളിക്ക് അറിയാം. അങ്ങനെ ഒരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്ത് മതപരിവർത്തനമാണോ നടത്താൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഞങ്ങളെ ഷൗട്ട് ചെയ്തു. നല്ല ശക്തിയോടെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ കേരളത്തിലുള്ളവരാണോ? അതെ. ഞങ്ങൾ കസേരയൊക്കെ കിട്ടി തന്നു. ഞങ്ങൾ കൊടുത്ത ബൈബിളൊക്കെ അവർ നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നൊക്കെ നല്ല റെസ്പെക്ട് ചെയ്ത പോലീസുകാരൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും കമ്മീഷണർ ഓഫീസിൽ വിട്ടു. കമ്മീഷണർ ഓഫീസിൽ പോയി കമ്മീഷണർ അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. മറ്റേ എന്റെ കൂട്ടുകാരൻ അറിയില്ല, ഞാൻ വായി തുറന്നിരിക്കുന്നത്, കാരണം എനിക്ക് അത് അറിയത്തില്ല, ഹിന്ദി ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെയുള്ള വേറൊരു സുഹൃത്ത്, അവിടെ ലോക്കലായിട്ടുള്ള അവിടെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന സഹോദരനെ വന്ന് ആ വ്യക്തി നമുക്ക് വേണ്ടി ജാമ്യം തന്നു. പിന്നെ ഞങ്ങളെ പുറത്തു. പിന്നെ അതിനുശേഷം വീണ്ടും ഗ്രാമങ്ങളിൽ പോകാൻ തുടങ്ങി, പട്ടണങ്ങളിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം ഞാനും റെനി വർഗീസ് എന്ന് പറയുന്ന പ്രിയ ദൈവദാസനും കൂടെ ലഘുലേഹയുമായിട്ട് അങ്ങനെ പോയ സമയത്ത് ഒരു വീട്ടിൽ പോയി. ഞങ്ങൾ ഞങ്ങൾ വിളിച്ചു, ഫൈസാബ് എന്നൊക്കെ വിളിച്ച് ഉറച്ച് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി ഓടി വന്നിട്ട് അകത്ത് കയറി പോയിട്ട് വെട്ടുമത്തിയും കൊണ്ടുവന്ന് ഞങ്ങളെ വെട്ടാൻ കയറി ഓടിക്കുക. ഞങ്ങൾ ഓടിയപ്പോ വേറൊരാൾ ഞങ്ങളെ കണ്ട് പിടിച്ചിരുന്നു. വെച്ചിട്ട് നിങ്ങൾ എന്താണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ചെറിയ സുവിശേഷമാണ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ കള്ളം കയറിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ കള്ളനാകുമെന്ന് അറിയാൻ കരുതി. അവർക്കറിയത്തില്ലല്ലോ അങ്ങനെയാണ് വെട്ട ഓടിച്ചതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാലും ആ വ്യക്തി കണ്ടിരുന്നെങ്കിൽ വെട്ടുമായിരുന്നു. കാരണം അവരെ വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതും അറിയത്തില്ല. പിന്നെ വീണ്ടും ആ സമയത്ത് ഞാൻ 6 മണിക്കൂർ പ്രാർത്ഥിക്കും. ഉള്ള സമയം ഞാൻ കീപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ എന്നെ ഹിമാചലിൽ പഠിപ്പിച്ചു. ഒന്ന്, ഞാനും ഗുർമേൽ സിംഗ് എന്ന് പറയുന്ന ദൈവദാസനും കൂടെ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആ സിറ്റിയോട് ബന്ധപ്പെട്ട് ശ്മശാനത്ത് പോവുകയാണ്. അവിടെ അഗോരി സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രവാദി അതിനകത്തിരിക്കും. ഈ ഡെഡ് ബോഡി കത്തുന്നു. ആ കത്തുന്ന ഡെഡ് ബോഡിയൊക്കെ എടുത്ത് മന്ത്രം ചെയ്യുന്ന ഒരു മന്ത്രവാദിയായ ഒരു അഹോരിയിൽപ്പെട്ട ഒരു സന്യാസി.
ഒരു ടാർപ്പയൊക്കെ കെട്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഈ ലഘുലോകയുമായി പോയ ശേഷം ഞങ്ങൾ ചോദിച്ചു, ഇതിനകത്ത് വരട്ടെ എന്ന് ചോദിച്ചു. ആ വ്യക്തി പറഞ്ഞില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യം നമ്മളിലുള്ള ദൈവ സാന്നിധ്യം ഇത്രത്തോളം വലുതാണ്. ഈ മന്ത്രങ്ങളെയും ആഭിചാരങ്ങളെയും ശത്രുവിന്റെ ശക്തികളെല്ലാം ജയിക്കുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അകത്ത് കയറിയില്ല, ലഘുലേഖം കൊടുത്ത് ഞങ്ങൾ മടങ്ങി വന്നു, തിരിച്ചു വന്നു. എല്ലാ ഗ്രാമങ്ങളിലും നടന്നു പോകുവാൻ. അങ്ങനെയാണ് പരശുരാമൻ മെഴുകെറിഞ്ഞ സ്ഥലമായ രേണുകാജി സ്വന്തം അവിടെ നിന്ന് 36 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ താമസിച്ച് ഹിമാചൽ പ്രദേശിൽ നിന്ന് 36 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പലരെയും പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ആർമിക്കാരുണ്ട്. അപ്പോൾ ഗുരുമേൽ സിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ പിന്നെ അത് വിവാഹം കഴിഞ്ഞു. CSIയിൽ നിന്നാണ് വിവാഹം കഴിഞ്ഞത്. CSIയിൽ നിന്ന് വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഫാമിലി ആയിട്ട് എന്റെ ഭാര്യയും ബൈബിൾ കോളേജിൽ പഠിച്ചു. 2 വർഷം ഡിപ്ലോമ എടുത്തു. പിന്നെ ഞങ്ങൾ കുടുംബമായി ഹിമാചലിൽ പോയി. ആ സമയത്ത് ഈ ഗുർമേൽ സിംഗ് എന്ന് പറഞ്ഞു, നിനക്ക് ഒരു ആർമിക്കാരെ പരിചയപ്പെടാൻ പറ്റില്ല, നിനക്കൊരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദുഃഖത്തോടെ എന്നെ വിഷമപ്പെടുത്തി. ഞാൻ വളരെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് ചെയ്യും. ആ വ്യക്തി അടുത്ത് ഹരിയാനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആ സമയത്ത് ഒരു അണ്ണാമല എന്ന് പറയുന്ന, അപ്പോൾ എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 950 രൂപയാണ് ആ സമയത്ത്. 950 രൂപ. അപ്പോൾ നമുക്കറിയാലോ, ഹിമാചലിൽ വളരെ വില കൂടിയ സാധനങ്ങൾ വില കൂടിയ അവിടെയാണ് ഈ ദിലീപ് ഖാലി, ഈ ഗ്രേറ്റ് ഖാലി എന്നൊക്കെ അറിയപ്പെടുന്ന WWE ചാമ്പ്യനെ ഒക്കെ ഉള്ള വ്യക്തി അവിടെ ഉള്ളതാണ്, ആ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. ആ സമയത്ത് ഈ അണ്ണാമല എന്ന് പറയുന്ന ഈ ആർമിക്കാരൻ ആ ഗുർമേൽ സിംഗിനോട് പറഞ്ഞു, അവിടെ ഒരാൾ താമസിക്കുന്നുള്ളൂ, എവിടെയുള്ള ആളാണ്, അത് കേരളത്തിലുള്ള ആ വ്യക്തി ഒന്ന് കാണുന്നു എന്ന് പറഞ്ഞു. ആ വ്യക്തിയോട്, എന്നെ നിന്നിച്ചാരാണോ പരിഹസിച്ചാണോ ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു. അങ്ങനെ അണ്ണാമല എന്ന് പറയുന്ന വ്യക്തി കടന്നു വരിക. നമ്മളെ പക്കൽ പിന്നെ എന്റെ സപ്പോർട്ട് 2000 രൂപയായി ഫാമിലി ആയ ശേഷം. ആ സമയത്ത് ഈ അണ്ണാമല കുറെ പഴവർഗ്ഗങ്ങൾ, കാരണം നമ്മളതിൽ വേറെ പൈസയൊന്നും ഇല്ലല്ലോ, ഗ്യാസിന്റെ അറിയണം, വാടക സംഘടന കൊടുക്കും, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ വലിയ സിറ്റിയാണ്, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വില കൂടുതലുമാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് പല ആർമിക്കാരെയും പരിചയപ്പെടാൻ ഇടയായി. പരിചയപ്പെട്ടത് കൊണ്ട് അനേകർ ഈ ആലയവുമായി കടന്നു വരണം. ഞാൻ അണ്ണാമല എന്ന് പറയുന്ന വ്യക്തി കണ്ടു. പിന്നെ ആ സമയത്ത് എന്നെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കാണുന്നത് ഒരു കുഞ്ഞ് പട്ടം പറത്തുന്നു, അവൻ നിലത്ത് വീഴുന്നു, മരണപ്പെടുന്നു, അവന്റെ ഡെഡ് ബോഡി കിടത്തുന്നു. നമ്മുടെ സഭയിൽ ആരാധന എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിമിന്റെ വീട്ടിലാണ്, ഞങ്ങൾ വാടകയ്ക്കാണ് റൂമിനെത്തിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ഹിമാചലിൽ നിന്ന് 4-5 റൂം മാറി. അപ്പോൾ ലാസ്റ്റ് ഒരു 3 നില കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പൊ ഞങ്ങൾ 2 സഹോദരങ്ങൾ താഴെ, ഈ ഗുർമേൽ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലുള്ള വ്യക്തി ഏറ്റവും മുകളിൽ നില, ഇടയ്ക്ക് മക്കാൻ മാലിക്കും വീട്ടുടമസ്ഥൻ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സ്വപ്നം കണ്ട് ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞു വീട് മരണപ്പെടുന്നു എന്നുള്ളതാണ്. 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിന്റെ മുകളിൽ ആ ഗുർമേൽ സിംഗിനെ കാണാൻ കഴിഞ്ഞ് പോയ സമയത്ത് ഞാൻ നോക്കി നിൽക്കുക തന്നെ. വലിയ സിറ്റിയാണ്, ഒരു വീടിന്റെ അടുത്ത ചുമര്, ഏകദേശം 10-60,000 ജനങ്ങൾ താമസിക്കുന്നു. വളരെ തിരക്ക്, അങ്ങനെ വേറെ ഓട്ടോറിക്ഷയൊന്നുമില്ല. ആ മലയ്ക്കകത്ത് എല്ലാം നടന്നു പോകാനുള്ള സ്ഥലമാണ്. എല്ലാം ഓഫീസും കോളേജും എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കെ ഒരു കുഞ്ഞ് പട്ടം പറത്തി അവൻ നിലത്ത് വീഴുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓടി ആ സൈനി സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ കുഞ്ഞിന്റെ അമ്മ, ഒരു 10 വയസ്സ് വരും ആ കുഞ്ഞിന്, ഒരു മോനാണ്, എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നേരെ ബേട്ടാക്കു ബച്ചാവോ. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എന്റെ മുകളിൽ കിടത്തി. ഇത് റിയലാണ്, കഥയല്ല. അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു സ്കൂട്ടർ വന്നു, വീട്ടുടമസ്ഥന്റെ മരുമകൻ. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം പോയി.
പിറ്റേ ദിവസം പോയ സമയത്ത് ഈ കുഞ്ഞിനെ ഞാൻ നോക്കി. എന്റെ സുഹൃത്തുമുണ്ട്, അവന്റെ ബന്ധുക്കളെല്ലാം, അമ്മയും അച്ഛനെല്ലാം ഈ കട്ടിലിന്റെ ഈ ഹോസ്പിറ്റൽ ആശുപത്രി കിടക്കയുടെ 4 സൈഡ് നിൽക്കുകയാണ്. എന്നാൽ എന്നെ ഈ കുഞ്ഞ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ എന്റെ മനസ്സിനകത്ത് ആരോ ഒരു കത്തി കുത്തിക്കയറ്റുന്ന ഒരു വേദന ഉണ്ടായി. അയ്യോ, ഈ കുഞ്ഞിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഞാൻ 6 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാ ആ സമയം. ഞാൻ വളരെ കരഞ്ഞിട്ട് ക്ഷമിക്കണമേ, എന്നിൽ പിഴവ് സംഭവിച്ചു പോയി. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷെ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ സമയത്താണ് ദേശത്തിന്റെ കാവൽക്കാരനെ കുറിച്ചുള്ള എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:30 എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. പല കാര്യങ്ങളും ഈ പ്രാർത്ഥനയ്ക്കകത്ത് പലതും ദൈവാത്മാവ് പഠിപ്പിച്ചു. എനിക്ക് ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൃപകളും കൃപാവരങ്ങളും നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്, അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരിക്കൽ ഒരു ഭവനത്തിൽ പോയിട്ട് ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ട് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാളിന് ക്യാൻസറാണ്. നമ്മൾ ഇത് യഥാർത്ഥം പറഞ്ഞ് നമ്മൾ വേറെ ഒന്നും പറയാനും പറ്റത്തില്ല. ഈ പനിയാണ്, ഇതൊക്കെ നമ്മള് എല്ലാം ശുശ്രൂഷയിടാതെ വേറെ എന്തെങ്കിലും പറയാം. പക്ഷെ ഒരാളിന് ക്യാൻസർ എന്നൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞ പണിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ? കാരണം നമുക്ക് ശുശ്രൂഷയെ പറ്റി അറിയത്തില്ല, ആരും പറഞ്ഞു തരാനും ഇല്ല. ഇങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യണമെന്ന് പറയാം. നിങ്ങളെ പോയി അങ്ങ് ചെയ്യാനൊക്കെ പറയുള്ളൂ. എത്ര പേര് വരുമെന്ന് സംഘടന വിളിക്കുക, എത്ര കാണിക്ക് കിട്ടിയെന്ന് ചോദിക്കും. അല്ലാതെ വേറെ ഒരു റിപ്പോർട്ട് അവർക്ക് എല്ലാ മാസവും റിപ്പോർട്ട് കൊടുക്കണം. എത്ര ഗ്രാമം വിസിറ്റ് ചെയ്തു, എത്ര വൈകിട്ട് കൊടുത്തു. കാരണം എല്ലാം ചെയ്യണം, അത് നല്ലതാണ്. കാരണം നമ്മുടെ ഗൈഡൻസ് അത്ര ഞാനൊന്ന് സംഘടന നല്ല സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ ബാക്ക് സപ്പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല ഇതാണ്, എനിക്കുള്ള ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ ഞാൻ ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു മടങ്ങി വന്നു. അവർ പറഞ്ഞ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എന്റെ ഈ ബുദ്ധി കൊണ്ടാണോ പറഞ്ഞത്? എന്താ അത് മോശമാണല്ലോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വീണ്ടും പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി. ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ചൊന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ഒരു മകൾ വിദേശത്താണ്, സ്വീഡനിലാണ്. ആ സഹോദരിക്ക് ക്യാൻസർ ആണ്, ചികിത്സയ്ക്കായി നാട്ടിൽ കടന്നു വരും. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ സഹോദരിക്ക് ചികിത്സയും എല്ലാം കൂടെ ഞങ്ങളും മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചു, സൗഖ്യം കർത്താവ് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ അവിടെ അനേക പട്ടാളക്കാർ വരാൻ തുടങ്ങി ആലയത്തിൽ. അപ്പോൾ ഈ പട്ടാളക്കാർ വരുന്നത് കൊണ്ട് പെട്ടെന്ന് ആരും എതിർത്ത് നമ്മളോട് സംസാരിക്കും. നമ്മുടെയും ഒരു മീശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇവരും പട്ടാളക്കാരാണ്. പലരും നമ്മളോട് ചോദിക്കും, കാരണം അവിടെ കമാൻഡറുടെ ട്രെയിനിങ് സെന്ററുമാണ്. ഒരിക്കലും ഞങ്ങൾ ഗ്രാമത്തിൽ പോയ സമയത്ത് ഈ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഗ്രാമത്തിലൂടെ, ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും കൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ നടന്ന്, കാരണം ഒന്ന് സാമ്പത്തികമില്ല, ഒരു കുഞ്ഞിനൊരു ചെരുപ്പും വാങ്ങിച്ചു. ചെരുപ്പും അങ്ങ് പുതിയ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഫയറിങ് നടക്കുകയാണ്. കാരണം അവിടെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് അവര് ആർമിക്കാർ അവിടെ നിൽക്കും. ഈ ഫയറിങ് ചെയ്യുമ്പോൾ ആരെങ്കിലും പോകുന്നെങ്കിൽ അവർക്ക് കൂടി കാണിച്ചതിന് ശേഷമേ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ ഗ്രാമത്തിലാണ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ പോവുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ ഓടി, ഞങ്ങളെ തലയുടെ മീതെ കൂടെയാണ് കൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞിന്റെ ചെരുപ്പും നഷ്ടപ്പെട്ടു കാരണം പോയ സമയത്ത്. പിന്നെ വിഷമവും തോന്നി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു ആർമിക്കാർ അവിടെ നിന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അതിനകത്ത് നിന്ന് പിന്നെ ചെരുപ്പൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് ഹിമാചൽ പ്രദേശിൽ കർത്താവിന്റെ വേല ചെയ്തപ്പോൾ പിന്നെ ഹിന്ദിയൊക്കെ നല്ലപോലെ പഠിച്ചെടുക്കാൻ ദൈവം കൃപ തന്നു. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിജയമായി തീർന്നു. പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിൽ സുവിശേഷം പറയാനും, വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് കഴിവില്ലാത്ത അല്ലെങ്കിൽ നമുക്കധികം യോഗ്യത ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഹിന്ദി, കാരണം ആ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഹിന്ദി ഇപ്പോഴും ടോപ്പായിരിക്കും. അതുകൊണ്ട് ഹിന്ദി അത്യാവശ്യം നല്ല നിലവാരത്തിൽ മറ്റുള്ളവരെക്കാളും പഠിച്ചെടുക്കാനൊക്കെ ദൈവം അവസരം നൽകി. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും അവിടെ 1-2 കേസുകൾ ഉണ്ടായിരുന്നു, കോടതി കേസുകളുണ്ട്. ഞങ്ങൾക്ക് അവിടുത്തെ വർക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. മതപരിവർത്തനത്തിന്റെ വിഷയം വെച്ച് ഞങ്ങളെ കോടതി വിധിക്കാനിരുന്നതാണ്. പക്ഷെ വിധിക്കാനിരുന്ന ഞങ്ങൾക്ക് കേസ് കൊടുത്ത ഒരു വ്യക്തി, ആ വക്കീല്, അവർ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ശനിയാഴ്ച കോടതിയിൽ ഫൈനലായിട്ട് ഇരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവർ മരണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ
സാധിച്ചു. അങ്ങനെ ഹിമാചലിലുള്ള വർക്ക് കിട്ടും. വീണ്ടും ഹരിയാനയിൽ വന്നു. ഹരിയാനയിൽ വീണ്ടും മുസ്തഫ എന്ന് പറയുന്ന വേറൊരു പാസ്റ്ററിന് കൊടുത്ത് അസിസ്റ്റന്റ് ആയിട്ടൊരു 2 വർഷം വീണ്ടും ഹരിയാനയിൽ തുടർന്നു. പിന്നെ ആ സമയത്ത് സൈക്കിളിലാണ് ഗ്രാമങ്ങൾ. ഹിമാചലിൽ നടന്ന് കർത്താവിന്റെ പേര് ചെയ്തു. പിന്നെ സൈക്കിളിൽ മോളും ഭാര്യയും മോളെ കുഞ്ഞിനെ ഫ്രണ്ടിൽ നിന്നും പിന്നെ ഞങ്ങൾ സൈക്കിൾ ഗ്രാമങ്ങളിലൊക്കെ പോകും. അങ്ങനെ 2 വർഷം അവിടെ വീണ്ടും കർത്താവിന്റെ വേല ചെയ്തു. പിന്നെ അതിനുശേഷം ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെ നോർത്തിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ചില കാരണങ്ങളൊക്കെ സംഭവങ്ങളും കർത്താവിന്റെ പേര് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കാണല്ലോ. എന്തെങ്കിലും നമ്മൾ ഒരിടത്തു നിന്ന് ഒന്ന് പറിച്ചു നടണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ വീടൊന്നും എനിക്കില്ല, മണ്ണിട്ട വീടാണ്. ഞാൻ പോയപ്പോൾ തന്നെ കറണ്ട് ഇല്ല, അങ്ങനെയൊക്കെ ഒന്നുമില്ല. അപ്പോൾ വീട്ടില് വേറൊരാള് ഒരു അത്യാവശ്യം 150 രൂപ വാടകയ്ക്ക് എന്നുകൊണ്ട് അവര് താമസിച്ചുകൊണ്ടിരുന്നു. 100-150 രൂപയാണ്. അവിടെ അങ്ങനെ പച്ചക്കല്ലായിരുന്നു. ഉള്ളിലൊക്കെ മാറ്റി അല്ലാതെ വേറൊരു സ്ഥലത്ത് റോഡ് സൈഡ് പിന്നെ കിട്ടിയത്. അമ്മയ്ക്ക് 50 സെന്റ് സ്ഥലം കൊടുത്ത സ്ഥലത്ത് വീട് വെച്ചത്. അവിടെ പിന്നെ വന്നപ്പോൾ നമ്മൾ വീടൊക്കെ ചുമര് ഒക്കെ വിണ്ട് കീറി മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോവാറ നിലവാരത്തിലായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം പിന്നെ നാട്ടിൽ വന്ന് പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ വേറെ ചർച്ചിന് വീണ്ടും ആഗ്രഹിച്ചു. ചർച്ചിന് അങ്ങനെ നോക്കിയപ്പോൾ ഈ നോർത്തിൽ മിഷണറി ആയിട്ട് പ്രവർത്തിച്ചവർക്കൊന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയവർക്കൊന്നും AGO മറ്റുള്ള സംഘടനകളിലൊന്നും ചർച്ച അവർ തരത്തില്ല. അങ്ങനെ ഞാൻ CSIയിൽ നിന്ന് പോകാൻ കഴിയുകയാണല്ലോ. അങ്ങനെ CSIയുടെ HMS എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന ഭാഗത്ത് അവിടെ ഒരു ഷെഡ് പോലെ മേഞ്ഞ ഷെഡിൽ അവിടെ വിട്ടു. അപ്പോൾ ശമ്പളമായിട്ടൊന്നുമില്ല. അവിടെ നമുക്ക് പെട്രോൾ അടിക്കാൻ 500 രൂപ തരും, അത്ര തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിരുന്നാൽ 500 രൂപ കാണിക്കാനായിട്ട് അതുപോലെ കിട്ടുന്നില്ല. അപ്പോൾ അവർ 1000-1500 രൂപ തരുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതാണ്. നമ്മളത് അതിന് സപ്പോർട്ടിനല്ല. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് ഇല്ലെന്നും പ്രശ്നമല്ല, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്ന് കുറച്ച് ദിവസം വർക്ക് ചെയ്തു. എനിക്കത് താല്പര്യമില്ല. കാരണം നമ്മൾ സ്പിരിച്വൽ വർക്കുമായിട്ടും ആത്മീയ ഹരിയാനയിലൊക്കെ ഒട്ടനവധി ദൈവപ്രവർത്തികളും പല ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം അത് നമ്മൾ ഉപയോഗിച്ചതല്ല, വേറെ നമ്മൾ ഒരു ക്വാളിറ്റികളൊന്നുമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ നമ്മളെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോ പിന്നെ അവിടെ ഒരു 12 സെന്റ് സ്ഥലം ഒരാൾ ഫ്രീ ആയിട്ട് തന്നു. അവിടെ ഒരു ബിൽഡിങ് അവർക്ക് കിട്ടി. അത് ഞാൻ പിന്നെ CSI അതൊക്കെ വിട്ടു. കാരണം നമ്മള് ആത്മീയമായ ശുശ്രൂഷയിൽ അതൊന്നും നമ്മൾ മുഴുവൻ സ്നാനം പ്രാപിച്ചത് നമ്മൾ വേർപാടൊക്കെ അനുഭവിക്കുന്നു. പിന്നെ അതിന് ചെന്ന് വിടുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിന്നാൽ അവരുടെ റൂൾ അനുസരിക്കണം. നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ നോർത്തിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് ഒരു വെള്ളച്ചാടൊക്കെ കിട്ടി, ഒരു അച്ഛൻ പട്ടാട്ട് നമ്മളവർ തരും. അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിന്റെ കൊണ്ടൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തനം തുടങ്ങി. പിന്നെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഹിന്ദി ആ സമയത്ത് ചിടകിടക്കി ട്രാൻസ്ലേഷൻ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ കോളേജിൽ വീണ്ടും BTG മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജ് സജി ലുക്കു സാർ എന്റെ നേതൃത്വം കൊടുക്കുന്ന നാഗ്പൂരിലുള്ള അതിൽ ചേർന്ന് 3 എന്റെ വീടിനടുത്താണ്. അപ്പോൾ അവിടെ പോയി വരും. അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. വായിൽ കൂടെ ബ്ലഡ് വരിക, ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അനുഭവമായി. പിന്നെ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അപ്പൊ വീട് ഒന്നും ഇല്ലാത്തൊരു അനുഭവമാണ്. എന്നിരുന്നാലും ജോലിക്ക് പോയത് വീട് ഒന്ന് വേറെ വലിയ വീടിന് വേണ്ടിയല്ല, ഒന്ന് ചുവര് കെട്ടുറപ്പുള്ളതായിരിക്കണം, ഒന്ന് കാറ്റും മഴയിൽ നിന്ന് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒരു ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഒരു 2 വീലർ എന്റെ അമ്മ എനിക്ക് എടുത്തു തന്നു. അപ്പോൾ അത് വാഹനത്തോടും താല്പര്യമില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം എനിക്ക് ഒരിക്കൽ ഈ കൊറോണയ്ക്ക് മുമ്പേ സൂമിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ, ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള അവസരം. ഞങ്ങൾ 1 വർഷം ഏകദേശം ട്രാൻസ്ലേഷൻ മറ്റുള്ള ഇടയ്ക്ക് സജി ചാത്തൂർ ഭാഷയുടെ മെസ്സേജും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മറ്റുള്ള മെസ്സേജുകൾ എല്ലാവരും പറയുന്നതിനേക്കാളും ആദിവാസന്റെ മെസ്സേജ് ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ ഹിന്ദി നമുക്ക് വ്യക്തമായി, ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല, ദൈവം ഒരു മലയാളം പോലും നേരെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത, ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന എന്നെ ഇത്രയും പേര് കേട്ട പ്രശസ്തരായ അവരുടെ മെസ്സേജൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യണമെന്ന് ചെയ്യാൻ കരുതിയുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഹിന്ദി കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ്, അല്ലാതെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. പിന്നെ നോർത്തിലുള്ള പല ദൈവാസന്മാരെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു. അവർക്ക് കൊടുക്കാൻ നമ്മളെ വക്കലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പരിചയപ്പെട്ടു. അവർ പാകിസ്ഥാനിലുള്ള ഭാഷമാരെ പരിചയപ്പെട്ടു. ഞാൻ അവർക്ക് അവരുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് പറയും. ഞാൻ ചോദിക്കും, നിങ്ങൾ ഞാൻ പറയുന്ന ഹിന്ദി മനസ്സിലാവും, ഭാഷയ്ക്ക് മനസ്സിലാവുന്നുള്ളൂ പറയും.
അപ്പോൾ അത്യാവശ്യം ഉറുദു പഞ്ചാബിയൊക്കെ ഈ കടമെടുത്ത് അങ്ങോട്ട് അടിക്കും. കാരണം നമുക്കറിയാം അവരുടെ ഈ മെസ്സേജ് എപ്പോഴും അവരുടേതായ ശൈലിയിൽ നമ്മൾ ഉച്ചരിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ. അപ്പോൾ ഞാൻ മാക്സിമം ഇംഗ്ലീഷ് എനിക്ക് ഒന്നും പറ്റത്തില്ല, ഇപ്പോഴും അഡ്രസ് ഒന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഹിന്ദിയും പഞ്ചാബിയും ഒക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് ഞാൻ കവർ ചെയ്യും. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇന്റർനാഷണൽ ലെവലിൽ GLM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു പാസ്റ്റർ കൊടുക്കുകയാണ്. അതിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നു. അത് ഡിസേബിൾഷിപ്പിനെ കുറിച്ചാണ്. അതിന് കുറച്ച് പാർശ്വവരം വേണം. അങ്ങനെ ശിഷ്യത്വത്തെ കുറിച്ച് നമ്മൾ ഒരു വ്യക്തിയെങ്കിലും ശിഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ടീച്ചിങ്. നമ്മൾ വിശ്വാസിയല്ല, ശിഷ്യനാക്കണം. ഒരു വർഷത്തിൽ ഒരാളെങ്കിലും നമ്മൾ ശിഷ്യനാക്കിയേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റഡിയാണ്. അങ്ങനെ സൗത്ത് കൊറിയയിലുള്ള പാസ്റ്ററാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. സൗത്ത് കൊറിയയിലുള്ള പാസ്റ്ററിനെ ഇംഗ്ലീഷിൽ വിളിച്ചു, അറിയാവുന്ന എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. അങ്ങനെ അതിനും നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വെസ്റ്റ് ബംഗാൾ ഒരു അവിടത്തെ ഉള്ള ഒരാളിനെ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള അവർക്ക് ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും $100 $200 എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ ആ ദൈവദാസനായിട്ടൊന്ന് കണക്ട് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനകത്ത് നമുക്ക് അവർക്ക് കൊടുക്കും പോലെ എനിക്കും തരുമല്ല, വേറെ ഒരു പ്രത്യേകതയില്ല. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെ കർത്താവിന്റെ വിലയിരുന്നു. അങ്ങനെ ഞാനും ചെറിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുതൽ പല രാജ്യങ്ങളിൽ, ഇസ്രായേലിൽ നിന്ന് അല്പം കരുതൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള അമേരിക്കയിൽ നിന്നുള്ള പല സഹായങ്ങൾ വന്നിട്ടുണ്ട്. അവരിൽ നിന്നും സഹായങ്ങൾ മറ്റുള്ളവരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാസ്പോർട്ട് വിസ ഒന്നും എടുത്തിട്ടില്ല, വിദേശത്ത് പോയിട്ടുമില്ല. പക്ഷെ ബന്ധങ്ങൾ ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് നമ്മുടെ സൗദ സുരേഷ് എന്ന് പറയുന്ന ആന്റിയുടെ മെസ്സേജ് ഒക്കെ ഒരിക്കൽ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടാണ് ആന്റിയാണ് ഈ അരാമ TV പാസ്റ്റർ ഡാനിയൽ ജോണുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ കർത്താവിന്റെ ഒരു ചെറിയ ഭവനമാണെങ്കിലും മനോഹരമായ ഭവനം ദേശത്ത് മാനിക്കുന്ന നിലവാരത്തിൽ ദൈവം തന്നു. ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, ദൈവത്തിന്റെ കരുതലാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യം ഞാൻ ആരോടും പറയത്തില്ല, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരുപാട് കരുതൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വിഷമത്തോടെ ഇരിക്കുന്നത് അപ്പോഴെല്ലാം കരുതൽ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം കരം പിടിച്ച് നടത്തുന്നു. എന്നാൽ അല്പം ഞാൻ ഇപ്പൊ ചെറിയ ജോലിക്ക് ഇപ്പോൾ പോകുന്നത് എനിക്ക് വീട് വെച്ചതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ്. വീണ്ടും നോർത്ത് ഇന്ത്യയിൽ പോകാനുള്ള ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് കാരണം പലരും എന്നോട് പറയും, പാസ്റ്ററുടെ മെസ്സേജ് എല്ലാം ഈ പ്രസംഗമെല്ലാം ഈ ഹിന്ദിയിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. കാരണം ഹിന്ദി നിങ്ങളെ നല്ലതാണ് എന്നുള്ളത് അതാണ് പറയത്തതിന്റെ അർത്ഥം. നമ്മുടെ ഈ ഹിന്ദി മറ്റുള്ള എത്രയോ വിദ്യാഭ്യാസമുള്ള ദൈവദാസന്മാർ ഹിന്ദിയിൽ ഇന്നും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് കാണാതെ തന്നെ മെസ്സേജ് പറയാനോ കാണാതെ തന്നെ അതിനെ ഓരോ വാക്കിനെയും കടമെടുത്ത് പറയുന്നത് കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് മലയാളത്തെക്കാളും കൂടുതൽ ഇഷ്ടവും പ്രസംഗിക്കാനുള്ള ചാഠ്യവും ഹിന്ദിയിലുമാണ് ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ നോർത്തിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഭാഷയായിട്ടൊരു ബന്ധം ഞാൻ മാറ്റിയിട്ടില്ല. ഇന്ന് ഈയിടെ ഞാൻ പറഞ്ഞില്ല, എന്നെ ഹിന്ദി പഠിപ്പിച്ച ബൈജു അബ്രഹാം എന്ന പാസ്റ്റർ നാട്ടിൽ വന്നിട്ട് ഏകദേശം 10-12 വർഷമായി. എന്നോട് പറഞ്ഞ് ഇപ്പോഴും ഹിന്ദി പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് പറയും. അപ്പോൾ സൂമിലും അല്ലാതെ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹിന്ദിയിൽ മെസ്സേജ് വരും. അവർക്ക് ഹിന്ദിയിൽ തപ്പലാണ്, പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവം ഇപ്പോഴും ഭാഷയിലൂടെ ദൈവം ഇന്നും നിലനിർത്തുന്നു. ദൈവം മാനിക്കും. ദൈവം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറയും. നമ്മളെ ജ്ഞാനികളെ വിജയിപ്പിക്കാൻ ദൈവം ഈ ലോകത്തിൽ പോഷത്വമുള്ളതിന് ദൈവം തിരഞ്ഞെടുത്തു. മനോഹരമായ ഒരു ചെറിയൊരു ഭവനം തന്നു. പിന്നെ അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ അത്യാവശ്യം റബ്ബർ വിട്ട് ഒക്കെ പഠിക്കും പോകുന്നു. പിന്നെ ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, വെയിറ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല, എന്നാലും പഠിക്കുന്നു. മോള് BComന് ഈ പ്രാവശ്യം പോകുന്നു. മോൻ 1ാം ക്ലാസ്സിൽ. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ, ഒന്ന് ദിവ്യ, മോന്റെ പേര് ശമുവൽ. അങ്ങനെ കർത്താവിന്റെ പേര് ഈ നാളുകളിൽ തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നോർത്തിൽ പോകണം. അപ്പോൾ പല ദൈവദാസന്മാരുമായിട്ട് നോർത്തിൽ ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കണമെന്നൊക്കെ പല ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും ദൈവം തരുന്ന നന്മകൾ മറ്റുള്ളവരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ പരിശുദ്ധാത്മാവിൽ കൂടെ നയിക്കപ്പെടുവാൻ വിശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക, വില കൊടുത്ത് ജീവിക്കുക, ദൈവവചനം അനുസരിക്കുക. എന്നാൽ നമ്മെ ദൈവം മാനിച്ച് ഉയർത്തും. പ്രാർത്ഥനയിൽ ബലപ്പെടുക. ഇതൊക്കെ ദൈവം ഒട്ടനവധി കാര്യങ്ങളൊക്കെ ദൈവം പഠിപ്പിച്ചു. പല കാര്യങ്ങളും വാട്സപ്പിലൂടെയൊക്കെ ഈ ബൈബിൾ വിജ്ഞാന കോശം എന്ന് പറയുന്നത് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നെറ്റിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഓരോ ബൈബിളിന്റെ വാക്യങ്ങളൊക്കെ ഓരോ ദിവസവും അതിൽ നിന്നൊക്കെ കടമെടുത്തും അല്ലാതെ ബൈബിളിലൊക്കെ വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ കഴിവില്ലെങ്കിലും ദൈവം നമ്മുടെ തന്നിരിക്കുന്ന കഴിവിനനുസരിച്ച്
പല കാര്യങ്ങൾ ചെയ്യുന്നു. ലോകരാജ്യങ്ങളുടെ ലിസ്റ്റിട്ട് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതദേശത്തിന്റെ മാപ്പൊക്കെ ഇട്ട് അതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവം നമ്മൾ എല്ലാവർക്കും കഴിവുണ്ട്. നമ്മൾ അതിന് ശ്രമിച്ചാൽ നമുക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിവുള്ളവർ എന്നേക്കാൾ ചെയ്യാൻ സാധിക്കും. കഴിവില്ലാത്തവരും എന്നേക്കാൾ നല്ല ശ്രേഷ്ഠരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ വീണ്ടും അരാമ്യ ടിവിയിലുള്ള ദൈവദാസനോടുള്ള പ്രത്യേകമായ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അരാമ്യ ടിവിയിലൂടെ അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ അനേകർ കേട്ടു. അടിയന്റെ ഈ ചെറിയ സാക്ഷ്യവും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ആത്മീയമായ വളർച്ചയ്ക്കായി തീരുവാൻ, അനേകർ സുവിശേഷ വേലയിൽ ശക്തരായി തീരുവാൻ, കഷ്ടതയിലും പ്രതികൂലങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ. അരാമ്യ ടിവിയിലുള്ള നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്റർ, മറ്റുള്ള എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ ആവശ്യങ്ങളും കൂടെ ഇരിക്കണം. ആരോഗ്യം, ബലവും ദീർഘായുസ്സും കൊടുത്ത് എല്ലാവരെയും കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനം അനുസരിച്ച് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ഡാലിൻ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരുമാറ്റിയുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്തൃദാസനോട് കുടുംബ അംഗങ്ങളുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരുമാറ്റിയുടെ ശ്രോതാക്കളുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത്രത്തോളം സമയം നിങ്ങൾക്ക് ഈ സാക്ഷ്യം കേട്ടിരിപ്പാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമഹിയുടെ മുഹാന്തരമായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീട്ടിൽ കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.